മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇതൊരു വർഗീയതയായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങളായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. മറ്റു മതസ്ഥരുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുമ്പോ അത് അവർക്കുള്ള ആഘോഷങ്ങളാണ്, ഉത്സവങ്ങളാണ്. നമ്മളതിൽ മെമ്പർഷിപ്പ് എടുക്കാനോ നമ്മളതിൽ തുള്ളിച്ചാടാനോ അതിന്റെ ആളുകളായി മാറാനോ അതിൽ ഇടം സ്വീകരിച്ചുകൊണ്ട് അതിന്റെ വക്താക്കളായി പോയിട്ട് മെമ്പർമാരായി പോയിട്ട് ആഘോഷിക്കാനോ നമ്മൾ പുറപ്പെടേണ്ട കാര്യമില്ല. അത് നമ്മുടെ ദീനിയായ നിലക്കുള്ള ഒരു ചുറ്റുപാടാണ്. നമ്മൾ അതിന്റെ മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മതി. നമ്മൾ അവരെ എതിർത്ത് തോൽപ്പിക്കേണ്ടവരല്ല, സത്യം മനസ്സിലാക്കിയവർ ഉൾക്കൊണ്ട് സ്വീകരിച്ച് വരേണ്ടവരാണ്. അതിന് വഴികളൊക്കെ എമ്പാടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദം, നമ്മുടെ നാട്ടിലുള്ള ദീനി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, പരസ്പര ഐക്യം എന്ന് പറഞ്ഞാൽ വേറൊരാൾ സ്വീകരിക്കുന്ന ആചാരങ്ങളും മുറകളൊക്കെ നമ്മൾ സ്വീകരിക്കാന്നല്ല. അതൊരു കണക്കിന് പ്രശ്നം ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് പോകാനേ എളുപ്പമാവുള്ളൂ. ആ മാർഗങ്ങളല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു ക്രൈസ്തവനാണെങ്കിൽ അവന്റെ ഏതെങ്കിലും ആഘോഷത്തിന്റെ ദിവസത്തിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തിച്ചു വെച്ച് എന്ന് വെക്കും. അതവൻ വെച്ചോട്ട് നമ്മൾ എന്തിനെ എതിർക്കാൻ പോകണം? അവന്റെ ആഘോഷമായി ബന്ധപ്പെട്ടിട്ടല്ലേ. പക്ഷെ നമ്മളത് കടമെടുക്കണ്ട. അതൊരു സൗഹാർദ്ദത്തിന്റെ ഭാഗമല്ല. നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഒരാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ള സൗഹാർദ്ദം അല്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ അവരോട് നിസ്കരിക്കാൻ നമ്മൾ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു സത്യം ഉൾക്കൊണ്ട് വരികയാണെങ്കിൽ ഇത് സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. നിർബന്ധിപ്പിച്ച് ഒരാളെയും ഇസ്ലാമിലേക്ക് ചേർക്കാൻ ഒരു കാലത്തും ഒരാൾക്കും കഴിയൂല. മുമ്പും ആ സംഗതിയില്ല, എപ്പോഴും ഇല്ല, അതാർക്കും കഴിയൂല. കഴിയുന്നൊരു സംഗതിയില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ സമ്മത, മനസ്സുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇസ്ലാം. അല്ലാതെ മുസ്ലിം ആകടാന്ന് പറഞ്ഞ് മുസ്ലിം ആക്കാൻ ആർക്കും കഴിയൂല. അങ്ങനെ ആരും ശ്രമിക്കൂല. അങ്ങനെ ഒരു സംഗതിയില്ല. മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് സ്വീകരിച്ച് ശരിയായ നിലക്ക് ഉൾക്കൊണ്ട് മനസ്സുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി അത് മനസ്സിൽ ഉറപ്പിച്ച് സമ്മതിച്ച് ആരാണോ കടന്നു വരുന്നത് അവരെ സ്വീകരിക്കും. എത്ര തവണ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ടുണ്ട്. മക്കയിലുള്ള നേതാക്കളിൽപ്പെട്ട പലർക്കും. കൂട്ടത്തിൽ ഒരാളല്ലേ, നല്ല സ്വഭാവക്കാരനായി ജീവിച്ചിരുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. നല്ല സ്വഭാവമാണ്, പെരുമാറ്റാണ്, നല്ല ഇടപഴകലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാളോട് പരിചയപ്പെടാനും വർത്തമാനം പറയാനൊക്കെ നല്ല സന്തോഷം. ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിരിക്കും ഈ മാന്യ വ്യക്തിത്വം. അപ്പൊ തങ്ങൾ ഓരോ ആയത്തുകളും വിഷയങ്ങളും വിശദീകരണങ്ങളൊക്കെ തങ്ങൾക്ക് വഹിയായി കിട്ടിയത് ഇങ്ങനെ പകർന്നു കൊടുക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരായത്ത് അല്ലാഹു തആല ഇറക്കിക്കൊടുത്തു. അത് ഓതിക്കൊടുത്തപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്ത് കേട്ട് ഞാൻ ഒന്ന് നല്ലോണം ചിന്തിച്ചു. ആയത്തിന് ആഴത്തിൽ ചിന്തിച്ചു. അതിന് മുമ്പ് ഞാൻ ഒരുപാട് ആയത്തുകൾ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോ വർത്തമാനം പറയുമ്പോ എനിക്ക് ഓതിത്തരും. ഞാൻ എന്തെങ്കിലും സന്ദേശങ്ങൾ ചോദിക്കുമ്പോ വിഷയങ്ങൾ ചോദിക്കുമ്പോ പറഞ്ഞുതരും. അന്ന് എനിക്കൊരായത്ത് ഓതി തന്നപ്പോ ആ ആയത്തിനെ പറ്റി ഞാൻ കുറെ നേരം ചിന്തിച്ചു. ഫസ്തഖറൽ ഈമാനു ഫീ ഖൽബി, എന്റെ ഖൽബിൽ ഈമാൻ ഉറച്ചുപോയി. ഞാൻ അങ്ങോട്ട് ഈമാൻ പ്രഖ്യാപിച്ചു. കണ്ട സഹോദരങ്ങളെ, വിശുദ്ധ ദീനിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുന്നു, ഉൾക്കൊള്ളുന്ന ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്നു, മനസ്സമ്മതത്തോടുകൂടെ ഷഹാദത്ത് കലിമ ചൊല്ലി ദീനിലേക്ക് വരുന്നു. ആ മാർഗങ്ങളാണ് ഇസ്ലാമിന്റെ വടിയും ശരിയും. മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ഏർപ്പാടുകളിലേക്ക് പോയിട്ട് നമ്മളവിടെ തിരക്ക് കൂട്ടുകയോ നമ്മളവിടെ ശബ്ദകോശമുണ്ടാക്കുകയോ നമ്മളവിടെ മെമ്പർമാരായി തീരുകയോ വേണ്ട. അവരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒന്നും നമ്മൾ മുടക്കുകയോ ചീത്ത പറയുകയോ വേണ്ട. അത് അതിന്റെ രൂപത്തിലും ഭാവത്തിലും നടന്നോട്ടെ. എതിർക്കാനും തോൽപ്പിക്കാനൊന്നും നമുക്ക് പോകാൻ വഴിയില്ലല്ലോ. സത്യം മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളുന്ന ആളുകൾ വരുമ്പോ അവർക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നു, അത്രമാത്രം. ഒരാളെയും നിർബന്ധിപ്പിച്ച് ക്ഷണിക്കുന്ന ഒരു സ്വഭാവവും ഇസ്ലാം